Orion. You need to meet Orion, and this has been developed by the Center of Excellence at the Galgotias University. I would also like to take a moment to brief you about Galgotias University. AI ഇമ്പാക്ട് സമ്മിറ്റ് 2026 എന്ന ഇവന്റിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ പലരുടെയും മനസ്സിലേക്ക് വരുന്നത് ഈ ഒരു സംഭവമാണ്. ഈ ഒരു ന്യൂസ് ആയിരിക്കും പലരും കേട്ടിട്ടുണ്ടാവും. അതായത് ഗാൽഗോട്ടിയാസ് യൂണിവേഴ്സിറ്റി അവിടെ വന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഫ്രോഡ് ആക്ടിവിറ്റി. ഓക്കെ, പക്ഷേ ആ ഒരു ഇവന്റിന് പങ്കെടുത്ത ഒരാളായിരുന്നു ഞാൻ. എനിക്കും അതിലൊരു ചാൻസ് കിട്ടി ആ ഒരു ഇവന്റിന് പോകാനും പങ്കെടുക്കാനും അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനും. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു അവിടെ എത്തിയ ഒരു മൊമെന്റ് മുതൽ. കാരണം നമ്മുടെ രാജ്യം, ഇന്ത്യ ഗവൺമെന്റ് AI എത്രമാത്രം അഡ്വാൻസ്ഡ് ആണ് എന്നതിന്റെ ഒരു സിഗ്നൽ എന്ന് പറയാൻ പറ്റില്ല, ഒരു പ്രൂഫ് ആയിരുന്നു. അവരത് തെളിയിക്കായിരുന്നു. അവിടുന്ന് നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിരുന്നു. അറൗണ്ട് എനിക്ക് തോന്നുന്നത് 14 ബിൽഡിങ്സ് ഉണ്ടായിരുന്നു ഈ ഒരു ഇവന്റിന് വേണ്ടി മാത്രം. അത്രയ്ക്ക് ഹ്യൂജ് ഇവന്റ് ആയിരുന്നു അത്. ഇനി ക്രൗഡിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഹ്യൂജ് ക്രൗഡായിരുന്നു. അപ്പൊ ഒരു ക്രൗഡൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നിങ്ങൾക്ക് ചോദിക്കാനുണ്ടാവും, ഒരു ക്രൗഡ് കാണുമ്പോൾ എങ്ങനെ എത്രത്തോളം എക്സൈറ്റഡ് ആവുക? ശരിക്കും ക്രൗഡ് കാണുമ്പോൾ ബുദ്ധിമുട്ടല്ലേ? കാരണം എന്തൂസിയാസ്റ്റ് ആയിട്ടുള്ള AI എന്തൂസിയാസ്റ്റ് ആയിട്ടുള്ള ആളുകളുടെ ഒരു തിക്കും തിരക്കും. നമ്മൾ ശരിക്കും ഒരു AI വേൾഡിലേക്ക് ചെന്നുപെട്ട ഒരു ഫീൽ ആയിരുന്നു അത്. ശരിക്ക് എന്താ പറയാ, നമുക്ക് തന്നെ തോന്നും നമ്മുടെ രാജ്യത്തുള്ള ആളുകൾ ഇത്രമാത്രം AI എന്തൂസിയാസ്റ്റ് ആണോന്ന്. ഇനി അത് മാത്രമല്ല കേട്ടോ, മറ്റ് രാജ്യങ്ങൾ മൊത്തം, ലോകം മൊത്തം ഈ ഒരു ഇവന്റിലേക്കായിരുന്നു നോക്കി നിന്നിരുന്നത്. ഇനി വലിയ ടെക് കമ്പനീസും അതേപോലെ വലിയ വലിയ കമ്പനീസും ഒക്കെ വലിയ വലിയ അനൗൺസ്മെന്റുകളായിരുന്നു നടത്തിയത്. ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ഈ ഒരു പ്രോഗ്രാമിന്റെ അന്ന് അവർ ഈ ഒരു AI എറയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന രീതിയിൽ അനൗൺസ്മെന്റുകൾ നടത്തി. എനിക്ക് തോന്നുന്നു അദാനിയൊക്കെ അറൗണ്ട് വലിയ ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ആണ് നടത്തിയത്. എക്സാക്ട് ഫിഗർ എനിക്ക് ഓർമ്മയില്ല. എന്തായാലും നമ്മുടെ രാജ്യം AI എത്രമാത്രം അഡ്വാൻസ്ഡ് ആണെന്ന് നമുക്ക് അന്ന് അവിടെ ബോധ്യപ്പെട്ടു. ഇനി ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നാണെന്നുണ്ടെങ്കിലും ഒരുപാട് സ്റ്റാൾസ് ഉണ്ടായിരുന്നു. മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ, മിനിസ്ട്രി ഓഫ് ഹെൽത്ത്, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് സ്റ്റാൾസ്. ഇനി ബാക്കി കമ്പനീസിന്റെ പാർട്ടിസിപ്പേഷൻ ആണെന്നുണ്ടെങ്കിലും ഞാൻ പറഞ്ഞില്ലേ, അറൗണ്ട് 14 ബിൽഡിങ്സിൽ സ്റ്റാൾസ് വരണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം സ്റ്റാൾസ് അവിടെ വേണം. സോ ഇനി നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, നമ്മുടെ രാജ്യം ഓൾറെഡി AI വളരെ മുന്നിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഡെയിലി ലൈഫിൽ അതേപോലെ നമ്മുടെ ആക്ടിവിറ്റീസിലൊക്കെ AI എത്രമാത്രം ഇൻവോൾവ് ചെയ്യുന്നുണ്ട്, നമ്മൾ എത്രമാത്രം അതിനെക്കുറിച്ചൊക്കെ അവെയർ ആണ് എന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കും. ഓക്കെ, ബൈ.